നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുദ്രാവാക്യം തിരിച്ചടിച്ചുവെന്ന് CPM. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധ്യമാണ് ആ മുദ്രാവാക്യം സൃഷ്ടിച്ചത്. കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവിന്റേതാണ് തുറന്നുപറച്ചിൽ. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടിയെടുത്തു പോകണമായിരുന്നുവെന്നും P. രാജീവ് സമ്മതിക്കുന്നു. LDF വരും എല്ലാം ശരിയാകും എന്ന പ്രചരണവാക്യവുമായാണ് 2016 ഇടതുമുന്നണി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2021 എത്തുമ്പോൾ ഉറപ്പാണ് LDF ഭരണത്തിലേക്ക് LDF തിരിച്ചു വരുമെന്ന ഉറപ്പായിരുന്നു അന്ന് LDF പ്രചരണ മുദ്രാവാക്യമായി സ്ലോഗനായി മുന്നോട്ട് വച്ചത്. 2 തവണയും വലിയ വിജയം LDF മുന്നണിക്ക് ഉണ്ടായി. 2021 സർക്കാർ തിരിച്ചു അധികാരത്തിൽ തുടർന്നു. അത് ഒരു ചരിത്ര സംഭവമായി. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ LDF അല്ലാതെ മറ്റാര് എന്ന ചോദ്യമാണ് ഇടതുമുന്നണി മുന്നോട്ട് വച്ചത്. അത് തിരിച്ചടിയായെന്ന സ്വയം വിമർശനമാണ് ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ആ റിപ്പോർട്ട് അംഗീകരിച്ചെങ്കിലും അത് പുറത്തു പറയാൻ CPM തയ്യാറായിരുന്നില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ P. രാജീവ് മലപ്പുറത്ത് നടന്ന EMS ലോകവും എന്ന സെമിനാറിലാണ് ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത്. ഈ മുദ്രാവാക്യം തിരിച്ചടിച്ചു എന്ന് പറയുന്നതിന് പകരം അത് ജനങ്ങൾക്ക് തെറ്റായ ബോധ്യമുണ്ടാക്കി എന്നാണ് രാജീവ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് തുറന്നു പറയുന്നത്, തെറ്റ് ഏറ്റുപറയുന്നത്. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങളെ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ഇടതുമുന്നണി മുന്നോട്ട് വച്ചപ്പോൾ തന്നെ UDF ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു. ഇത് അഹങ്കാരം നിറഞ്ഞ പ്രതികരണമാണ്, അമിത ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ജനങ്ങളെ വിശ്വസിക്കാതെ തങ്ങൾക്ക് അധികാരം തുടരാൻ കഴിയില്ല LDFന്. എന്നാൽ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അധികാര സ്വരം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മുന്നോട്ട് പോകുന്ന LDFന് ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന് അന്ന് തന്നെ ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി UDF ഇത് ഏറ്റെടുത്ത് വിമർശിച്ചിരുന്നു. പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ ചിത്രങ്ങളാണ്, ഹോർഡിങ്സുകളാണ് ഈ മുദ്രാവാക്യത്തിനൊപ്പം സംസ്ഥാനത്തുടനീളം അന്ന് ഇടതുമുന്നണി പ്രചരണത്തിനായി സ്ഥാപിച്ചത്. അതും തിരിച്ചടിയായെന്ന് CPM സമ്മതിക്കുന്നു. പക്ഷേ പിണറായി വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം ഈ റിപ്പോർട്ടിൽ ഒരിടത്തുമില്ല. പകരം കൂട്ടുത്തരവാദിത്തമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നാണ് CPM സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, പിണറായി വിജയനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത് UDF ആണ്, അതിൽ ഒരുപക്ഷെ വിജയിച്ചിട്ടുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് പൂർണ്ണ സംരക്ഷണം തീർക്കുന്ന റിപ്പോർട്ട്. പക്ഷേ ഈ മുദ്രാവാക്യം തിരിച്ചടിയായെന്ന് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. 98 അന്നത്തെ വാജ്പേയി സർക്കാർ ഷൈനിങ് ഇന്ത്യ തിറങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിന് സമാനമായ വലിയ ഹോർഡിങ്സുകൾ രാജ്യത്തുടനീളം വച്ചിരുന്നു. അതേപോലെ തിരിച്ചടിയാണ് ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തിനും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും CPM അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.